BMH Bodyguard, brought to you by Baby Memorial Hospital, Calicut, Kannur. ഇവനൊന്നും നേരെയാവാൻ പോണില്ല. പണ്ടത്തെ പോലെ ചൂരലെടുത്ത് ചന്തിക്ക് 4 വീക്ക് കൊടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. എന്താ മാഷേ തന്നെത്താൻ വർത്താനം പറയുന്നേ? ആരെക്കുറിച്ചാ? നമ്മുടെ ആ കേശവന്റെ മകനില്ലേ, അവനെ കുറിച്ച് തന്നെ. ഞാനിപ്പോ വരുന്ന വഴി കണ്ടു, കലുങ്കിന് മുകളിൽ ഇരുന്ന് സിഗരറ്റ് ഇങ്ങനെ ഊതി വിടുന്നു. ഓ, അതാണോ കാര്യം? പുക വലിക്കാത്ത ആൾക്കാർ കുറവല്ലേ മാഷേ നമ്മുടെ നാട്ടില്? നമുക്കിതൊക്കെ തടയാൻ പറ്റുന്ന കാര്യമാണോ? പറ്റണോടോ. ഒരാളെ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സഹായിച്ചാലേ അയാള് മാത്രമല്ല, ആ കുടുംബം മൊത്തത്തിലാ രക്ഷപ്പെടുന്നത്. കേശവൻ എങ്ങനെയാ മരിച്ചതെന്ന് നിനക്കറിയോ പീറ്ററെ? അറിയാം. ശ്വാസകോശത്തിൽ ക്യാൻസർ ആയിരുന്നില്ലേ? അതെ. അതെങ്ങനെ വന്നതാ? കാലങ്ങളായി കൂടെ കൂട്ടിയ പുകവലി ശീലം കൊണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും വീട്ടിനകത്തിരുന്നാലും ഒക്കെ അങ്ങേര് വലിയോട് വലി തന്നെയായിരുന്നു. ഫലമോ 60 തികയും മുമ്പേ ആള് പോയില്ലേ. കേശവന്റെ ഭാര്യ, അതായത് ഇവന്റെ അമ്മ, ഇതേ അസുഖം വന്ന് ഇപ്പൊ കിടപ്പിലാണെന്ന കാര്യം നിനക്കറിയാവോ? അയ്യോ കർത്താവേ, അത് ഞാൻ അറിഞ്ഞില്ല. ആ പാവ സ്ത്രീക്ക് എങ്ങനെയാ ശ്വാസകോശ ക്യാൻസർ വന്നതെന്ന? പരോക്ഷ പുകവലി കാരണം. അതായത് മറ്റൊരാൾ വലിച്ചു വിടുന്ന പുക ശ്വസിക്കുന്നത് കാരണം. അതുകൊണ്ടാണോ ഞാൻ പറഞ്ഞത്, ഒരാളെയെങ്കിലും പുകവലിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആ കുടുംബം തന്നെ രക്ഷപ്പെടുമെന്ന്. നമുക്കറിയാം 90% ശ്വാസകോശ അർബുദത്തിനും കാരണം പുകവലിയാണെന്ന്. ബാക്കിയുള്ള 10% അധിക പങ്കും പരോക്ഷ പുകവലി കൊണ്ടാണ് വരുന്നതെന്നും നമുക്കറിയാം. പക്ഷെ എല്ലാം അറിയുന്ന നമുക്ക് ഒന്നും അറിയില്ല എന്ന് തോന്നും. കാരണം പുകയില സമ്മാനിക്കുന്ന രോഗങ്ങളും അതുവഴിയുള്ള മരണങ്ങളും ഭയാനകമായി വർദ്ധിച്ചു വരുമ്പോഴും നമ്മൾ അറിവില്ലായ്മയുടെ പുകച്ചുരുളുകൾ നോക്കിയിരിക്കുക തന്നെയാണ്. കേട്ടിട്ടില്ലേ, പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ലെറ്റ് us ചേഞ്ച്. BMH Bodyguard, brought to you by Baby Memorial Hospital, Calicut, Kannur.